ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് എൻ്റെ മോർണിംഗ് റൊട്ടീനാണ്. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. പക്ഷേ എല്ലാവരുടെയും മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണ പോലെ തന്നെ രാവിലെ ഉണരുന്നതിൽ നിന്നാണ് എൻ്റെയും മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഉണരുന്നത് അതേ സമയത്ത് തമ്പു എഴുന്നേറ്റ് പോകും. കാരണം അവൻ എന്നെ ഒട്ടിയേ കിടക്കുള്ളൂ. ഞാൻ അനങ്ങി അപ്പം അവനെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ഒരു ടൈപ്പ് ഓഫ് കുട്ടിയാണ്. സോ ഞാൻ പയ്യെ എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് തമ്പുവിനോട് പയ്യെ അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കുമെന്ന് പറഞ്ഞു. വളരെ അനുസരണയുള്ള കുട്ടിയായിട്ട് പറഞ്ഞ ഉടനെ എഴുന്നേറ്റ് നേരെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. കുറച്ച് ചിണുങ്ങുമെങ്കിലും ഞാൻ ഇറങ്ങുമ്പോൾ അതേപോലെ കിച്ചാൻ പയ്യെ തട്ടി 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 അവിടെ തന്നെ കിടത്തി ഉറക്കൂട്ടോ. അപ്പം ഞാൻ പറഞ്ഞ അമ്മ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഫുൾ സെറ്റ് ചെയ്യാണ്. അപ്പം അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോ എന്ന് പറയാണ് കേട്ടോ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി പോയി ഒന്ന് ഇറങ്ങുമ്പോൾ വേണം പുള്ളിക്ക് എൻ്റെ പുറകെ പയ്യെ നൈസായിട്ട് പോരാൻ കേട്ടോ. അങ്ങനെ അവൻ അവിടെ ആക്കിയതിന് ശേഷം ഞാൻ നേരെ പോണത് ബാത്റൂമിലേക്കാണ്. ആദ്യം തന്നെ മുഖമൊക്കെ ഒന്ന് കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല കേട്ടോ എനിക്ക്. സോ നേരെ ബാത്റൂമിൽ പോയിട്ട് മുടിയൊക്കെ ഒന്ന് അയച്ചിടും. ആരൊക്കെയോ കമന്റിൽ പറയണ്ടായിരുന്നു എൻ്റെ മുടി പെട്ടെന്ന് വളർന്നു എന്നുള്ളത്. യെസ്, മുടി പെട്ടെന്ന് വളർന്നു. അങ്ങനെ മുടിയൊക്കെ ഒന്ന് അയച്ചിട്ട് നേരെ അതൊക്കെ ഒന്ന് തൂത്തിട്ട് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് പിന്നെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഇനിയാണ് നമ്മൾ പണിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോഴാണ് ഒരു വീട്ടമ്മ പ്ലസ് വർക്കിംഗ് വുമൺ ലൈഫിലേക്ക് എത്തിയിട്ട് കുഞ്ഞ് വന്നതിന് ശേഷമാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ച് ഞാൻ നേരെ പുറത്തേക്ക് നമ്മുടെ അടുക്കളയിലേക്കാണ് ചെല്ലുന്നത്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോൾ ചെറിയൊരു തുമ്മലിൻ്റെ ഇതുള്ളതുകൊണ്ട് രാത്രി മരുന്ന് കഴിക്കുമ്പോൾ അമ്മക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല. കുറച്ച് ലേറ്റായിട്ട് എണീക്കണം. അതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ രാവിലത്തെ ഡ്യൂട്ടി എടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ആരോ കുടിച്ചൊരു ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടും കടലയാണ്. കടല ഇന്നലെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അത് കുക്കറിലേക്ക് ആക്കി കുറച്ച് മുളകും വേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. എനിക്ക് ഫുൾ കുക്കറിൻ്റെ കളിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുക്കർ ഉണ്ടാവും. അത് നമുക്കിന്ന് ചാറ് കറിക്ക് വേണ്ടി ചാറ് വെക്കാം, പരിപ്പ് ചാറ് വെക്കാം എന്നാണ് തീരുമാനിച്ചത്. സോ അപ്പോൾ പരിപ്പൊക്കെ ഞാൻ കഴുകി അത് വേപ്പിലയൊക്കെ ഇട്ടിട്ട് അതും കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചാമിൽ മാത്രം അരിയില്ലേ, അതാണ് ചോറ് കഴിക്കുന്നത് കേട്ടോ. കുത്തിരിച്ചോറാണ് പുള്ളിക്ക് കൊടുക്കുന്നത്, അതാണ് പുള്ളി കഴിക്കണത്. സോ അതും ഞാൻ പുള്ളിക്ക് വേണ്ടിയുള്ളത് മാത്രം കുക്കറിലിട്ട് വെച്ചുകൊണ്ട് മൊത്തം കുക്കറിൻ്റെ പണിയാണ് കേട്ടോ. തലേ ദിവസം തന്നെ നമ്മൾ നാളത്തേക്കുള്ള എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. അതായത് ഉള്ളിയൊക്കെ ആണെങ്കിൽ അരിഞ്ഞു വെക്കും, മറ്റേ തേങ്ങയൊക്കെ ചിരണ്ടി വെക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്ന ആദ്യത്തെ സാധനമാണ് ഇത്. നമ്മുടെ തലേ ദിവസം ഈ ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ടാവും ആ വെള്ളത്തിൽ. അത് ഞാൻ ആദ്യമേ കുടിക്കൂട്ടോ, വെറും വയറ്റിൽ മുന്തിരിയും കഴിക്കും. എന്നിട്ട് ഞാൻ അലക്കാനുള്ള തുണിയൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അലക്കം കഴിയും. അങ്ങനെ അമ്മ ദേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എന്താ കടലയും കാര്യങ്ങളൊക്കെ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ദേ പൊളിച്ച് വെക്കുകയാണ്. സവാള പൊളിക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് നീറും കേട്ടോ. ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ അതെനിക്ക് അങ്ങനെ നീർന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചിലവർക്കൊക്കെ അത് വർക്കിംഗ് അല്ലാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വർക്കിംഗ് ആണ്. പക്ഷെ എൻ്റെ മടി കാരണം ഞാനൊന്നും കത്തിച്ച് വെച്ചില്ല കേട്ടോ. അമ്മയാണെങ്കിൽ ഇവിടെ പുട്ടിനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ണൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിങ്ങനെ പയ്യെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോവാണ്. അപ്പം ഞാനിവിടെ എൻ്റെ ബാക്ക് ടു എൻ്റെ കട്ടിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ ഈ എണ്ണ ഒഴിക്കുന്ന പാത്രം കണ്ടോ, എനിക്ക് ഇതുപോലെ കുറേ ക്യൂട്ട് സാധനങ്ങളുണ്ട് അടുക്കളയിൽ. ഇതൊക്കെ ഞാൻ ഒരു ദിവസം ഒരു ഷോർട്സ് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞ് കടുക് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സവാള ഇട്ടു. നമ്മൾ കടലക്കറിയാണ് വെക്കണത്. എല്ലാവരും വെക്കണ പോലെ തന്നെയാണ്. വലിയ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ പുതിയ റെസിപ്പി ഒന്നും അല്ല, നോർമലാണ്. ചുമ്മാ നിങ്ങളെ കാണിച്ചിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങനെ വെക്കണേന്നുള്ളത്. സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി തന്നെ ഇടാം. പിന്നെ അതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാ മസാലകളും ഇടും. ഞാൻ ഈ മസാല ഇടുന്ന സമയത്ത് തീ ഓഫ് ചെയ്യോട്ടെ. എനിക്ക് അത് കരിഞ്ഞു പോകും എന്നുള്ളൊരു ഉൾഭയാണ്. കരിഞ്ഞു പോയി പിന്നെ പണി നമ്മൾ ആദ്യമേ തുടങ്ങണ്ടേ. സോ അതങ്ങനെ ഇട്ടിട്ട് ഞാൻ എന്തായാലും ചൂടുണ്ടാവുമല്ലോ പാത്രത്തിൽ, ആ ചൂടിലായിരിക്കും ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കും കേട്ടോ. എന്നിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് അങ്ങോട്ട് വഴണ്ട് വന്നിട്ട് വേണം നമുക്ക് കടല ഇതിലേക്ക് തട്ടാൻ. സോ അത് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്ക് മീൻ വറുക്കാം എന്ന് വിചാരിച്ചിട്ട്, മീൻ വറുക്കാനല്ല, ദൈവമേ, മീൻ വറുക്കാന്ന് നമ്മുടെ പരിപ്പ് ചാറ് ഉണ്ടാക്കാന്ന്. അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഇങ്ങനെ നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടിട്ട് അതൊന്ന് അവിടെ വാടാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വെന്തു. അപ്പം ഞാൻ ആദ്യം ഇട്ടത് നമ്മുടെ കടല വേവിച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു പാളം കടല എടുത്ത് ഇങ്ങനെ ഒന്ന് അരച്ചു, നല്ല കുറുകി കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അമ്മ കടല തട്ടണുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഉള്ളിയും വാടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരേ സമയത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, എന്നാലും നമ്മുടെ ടൈം കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അങ്ങനത്തെ നമ്മുടെ പരിപ്പും വെന്തിട്ടുണ്ടായിരുന്നു. അതുമിട്ട് പരിപ്പ് ചാറ്, സിമ്പിൾ പരിപ്പ് ചാറ്, ചുമ്മാ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ടുള്ള പരിപ്പ് ചാറ്, അതുമിട്ട് ഞാൻ ചോറും വെച്ചു കേട്ടോ. പിന്നെ അപ്പം നമ്മുടെ ഒരു സ്റ്റവ് ഒഴിഞ്ഞ് കിട്ടിയപ്പോഴേക്കും ചാള വറുക്കാൻ വെച്ചു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത മീനാട്ടോ ചാള. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള മീനാണ്. ചാള ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്ന് കമന്റിൽ പറഞ്ഞോളൂ. എനിക്ക് കൂട്ടായിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പിന്നെ ഇന്നലത്തെ നമ്മുടെ എന്താ വട്ടും കരളും ഇല്ലേ ചിക്കൻ്റെ,
അത് എനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്ക് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഇവിടെ കിച്ചാമ്മനും അതുപോലെ തന്നെ കിച്ചാമ്മന്റെ ബ്രദറിനും അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സാധനം ഇഷ്ടമില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അപ്പൊ അത് കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ചൂടാക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാവിലെ കഴിക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദേ പാലും കൂടി തിളക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിച്ച് വെക്കുള്ളൂ നമ്മള്. കാപ്പി ആയിരിക്കും. അപ്പൊ പിന്നെ പൊടിയിട്ട് ഇൻസ്റ്റന്റ് കാപ്പിയില്ലേ അങ്ങനെ വെക്കും. അതുകഴിഞ്ഞിട്ട് ഞാൻ ദേ കിച്ചാമിലുള്ള ചോറൊക്കെ കെട്ടി എടുക്കാണ്ട് ഫുൾ സെറ്റാണ്. ആൾക്ക് സാലഡ്, ചോറ്, മോര് അങ്ങനെ ആള് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയാണ് കഴിക്കുന്നത്. അപ്പം ത്രൂ ഔട്ട് ദ ഡേ കഴിക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് എടുത്തു വെക്കും ട്ടോ. അങ്ങനെ ചോറും കറിയും സാലഡും മോരും അങ്ങനെ എല്ലാം ദേ ഫുൾ സെറ്റ് ചെയ്ത് കെട്ടിപ്പെറുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ ഏകദേശം ഇങ്ങനെ പയ്യെ പയ്യെ ഒതുങ്ങി തീരും. പിന്നെ ദേ അമ്മ അവിടെ പുട്ടൊക്കെ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ മറ്റേ ആ ഒരു എന്താണ് കൗണ്ടറൊക്കെ ഒന്ന് തുടക്കും. എൻ്റെ നെറ്റിന്ന് വേർപ്പ് തുള്ളികൾ ഒഴുകുന്ന കണ്ടോ? അധ്വാനിക്കുന്ന സ്ത്രീ വിഭാഗമാണ് നമ്മൾ. അങ്ങനെ ദേ നമ്മുടെ ഫുഡൊക്കെ ഫുൾ പ്രിപ്പയർ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെന്ന് അവർ എഴുന്നേറ്റ് നോക്കിയപ്പോഴേക്കും അച്ഛനും പോലെ നല്ല തകൃതിയായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അവരവിടെ ഉറങ്ങിക്കോട്ടെ, അവരുറങ്ങിയാലേ നമ്മുടെ പണി നടക്കുള്ളൂ. രാവിലെ തന്നെ കിച്ചാൻ പോണേ മുമ്പ് ഞാൻ എല്ലാ പണിയും തീർത്തു വെക്കും. എന്നാലേ എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അടിച്ചൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ദേ അച്ഛൻ പയ്യെ എഴുന്നേറ്റ് കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചാമ്മോട് ടാറ്റ ബൈ ബൈ ഹായ് ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ ഇതില് വ്ളോഗിനോട്. അങ്ങനെ ദേ ഞാൻ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പം ഇനി കൈയൊക്കെ കഴുകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കിച്ചാമ്മന് ഒരുമിച്ചേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ മടി പിടിച്ച് ചിലപ്പോൾ കഴിക്കില്ല, അല്ലെങ്കിൽ ലേറ്റ് ആകും. അതുകൊണ്ട് ആ സമയത്ത് കിച്ചാമ്മനെ നിർബന്ധിച്ച് കഴിപ്പിക്കും ട്ടോ. അങ്ങനെ ദേ ഇന്ന് പുട്ടും കടലയായിരുന്നു. ഞങ്ങൾ രാവിലെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സൊറയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കി നല്ല രസമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കണത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ഒരു ക്വാളിറ്റി ടൈം ഉണ്ടല്ലോ. ഈ സമയത്തൊക്കെ തമ്പു അവിടെ അച്ചാച്ചൻ്റെ അച്ചാമ്മയുടെയും വലിയയുടെ ഒക്കെ കൂടെ തകൃതി കളിയിലായിരിക്കും. അങ്ങനെ ദേ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ്. തമ്പു അവിടെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചതൊക്കെ കാണിക്കുകയാണ്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ അമ്മേനോട് ചോദിച്ചും അങ്ങനെ പിടിച്ചാൽ എനിക്ക് ഈ ഒരു സമയം ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമാണ്. സ്നേഹസമ്പന്നനായ എൻ്റെ ഭർത്താവ് എനിക്ക് വാരിയൊക്കെ തരുന്നുണ്ട്. ഞാനിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി തമ്പുവിൻ്റെ ഫുഡ് ഉണ്ടാക്കുകയാണ്. തമ്പുവിന് ഇന്ന് നമ്മൾ റാഗി ബനാന കുറുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വെള്ളം ചൂടാക്കാൻ വെക്കും. അതിലേക്ക് ചൂടാവണേ മുന്നേ തന്നെ 2 സ്പൂൺ റാഗി പൊടി ഇടും. ഇത് മുളപ്പിച്ച റാഗിയുടെ പൊടിയാണ് കേട്ടോ. അത് ഇട്ട് നന്നായിട്ട് കുറുക്കി വെക്കും. അപ്പോഴേക്കും ഇത് ആറി കഴിയുമ്പോഴേക്കും നമുക്ക് പഴവും കൂടി ചേർത്ത് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും അവന് കഴിക്കാൻ പാകത്തിനാവും. പിന്നെ അവന് കുളിപ്പിക്കാനുള്ള വെള്ളം ഞാൻ കെറ്റിലിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ വാട്ടർ ബോട്ടിൽ ഞാൻ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് കഴുകി ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് അങ്ങനെയാണ് ഞാൻ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. തമ്പുവാണെങ്കിൽ കൂടെ അച്ഛമ്മയുടെ കൂടെ ഭയങ്കര കളിയും ചിരിയിലാണ്. അപ്പോഴേക്കും അച്ഛൻ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞങ്ങൾ ടാറ്റു കൊടുക്കാൻ പോവാണ്. കിച്ചാൻ പോകുമ്പോഴേക്കും ഞാനും തമ്പും കൂടി പുറത്തു പോയിട്ട് ഇങ്ങനെ ടാറ്റു കൊടുക്കും. ഞാൻ കുഞ്ഞിലെ അങ്ങനെയായിരുന്നു. എൻ്റെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മുറ്റത്ത് വന്നിട്ട് ടാറ്റ ബൈ ബൈ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതേ ശീലം എൻ്റെ മോനെയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കിച്ചാമ്മൻ ടാറ്റയൊക്കെ തന്നു. ഞങ്ങൾ തിരിച്ച് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ കിച്ചാൻ പോയി. ഇനി ഞാൻ നേരെ പോയിട്ട് റൂമൊക്കെ ഒന്ന് ഒതുക്കുകയാണ്. ജനലയൊക്കെ തുറന്നിട്ടില്ലെങ്കിൽ എനിക്ക് രാവിലെ ഇങ്ങനെ ഫുള്ള് ലൈറ്റ് മുറിയിലേക്ക് കയറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മുറി ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണമെങ്കിൽ എൻ്റെ മൈൻഡ് ഇങ്ങനെ കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ എനിക്ക് പണിയുണ്ട് എന്തൊക്കെയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതെനിക്ക് ചെറുതായിട്ട് ഓസിഡിയുടെ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ അതെല്ലാം ഒതുക്കി പെറുക്കി വെക്കും. കുറച്ച് കഴിഞ്ഞാൽ തമ്പു ഇതെല്ലാം എടുത്ത് വലിച്ചു വാരി ഇടുമെങ്കിലും രാവിലെ അതൊക്കെ ഒതുക്കി ഇരുന്ന് കണ്ടില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അച്ചാമ്മയും മോനും കൂടി കാര്യമായി കുളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനെ പുറത്ത് വെച്ചാണ് കുളിപ്പിക്കുന്നത്. പയ്യെ ഇനി അകത്തേക്ക് മാറണം. അങ്ങനെ ഞാൻ റൂമൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഭക്ഷണം റെഡിയാക്കാന്ന് വെച്ചാൽ കാരണം അവനിപ്പോൾ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമല്ലോ. സോ നമ്മൾ ഇത് ഞാലിപ്പൂവൻ പഴമാണ്, കുഞ്ഞിപ്പഴം എന്നാണ് ഞാൻ പറയണത്. ഒരു 2-3 പഴം, ഇത് ചെറിയ പഴമായതുകൊണ്ട് 2-3 എടുത്തു. എന്നിട്ട് നമ്മുടെ ഈ നേരത്തെ കുറുക്കി വെച്ചില്ല അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. വേണമെങ്കിൽ ഉടച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ മിക്സിയിലിട്ട് അടിച്ച് അവന് കുറുക്ക് മാത്രം മിക്സിയിലിട്ട് അടിച്ചാൽ കൊടുക്കുന്നത് പഴമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഉടഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ച്. പിന്നെ കുഞ്ഞിന് നമ്മൾ തിളപ്പിച്ച വെള്ളം ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി അച്ചാമ്മയുടെ ഇലയിലേക്ക് കൊടുക്കും. ഇതൊക്കെ അച്ചാമ്മയും മോനും കൂടിയുള്ള പരിപാടിയാണ്. കുളി, നന, കഴിക്കൽ ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയിൽ പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അവരവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ തുണിയൊക്കെ അലക്കായിട്ടുണ്ടായില്ലേ, അതൊക്കെ അലക്കി കഴിഞ്ഞു. ഇനി അതൊക്കെ കൊണ്ടുപോയി വിരിക്കണം. ഇതൊക്കെ കൂടി കഴിയുമ്പോഴേക്കും എൻ്റെ ഏകദേശം രാവിലത്തെ പണി കഴിയും. ഏകദേശം ഒരു 9, 9:30, 10 മണിയോടുകൂടി ഞങ്ങളുടെ രാവിലത്തെ എല്ലാ പണിയും കഴിയും. അങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ പോയി വിരിക്കുകയാണ്. ഇപ്പം മഴ ആയതുകൊണ്ടിട്ട് നമുക്ക് തുണി വിരിക്കണത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ. മേലിൽ ഷീറ്റൊക്കെ ഇട്ടേക്കണവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ തുണി വിരിക്കാനായിട്ട്. പറമ്പ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും മഴ പെയ്താൽ ഭയങ്കര പ്രശ്നം. അങ്ങനെ തമ്പുവിന് ഉടുപ്പൊക്കെ ഇടിച്ചു കൊടുക്കാണ്ട് ഉടുപ്പിടുന്നത് മാത്രം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അച്ചാമ്മയും മോനും കൂടി ഉറങ്ങാനായിട്ട് പോവാണ്. ഭയങ്കര കാര്യത്തിൽ ടാറ്റയൊക്കെ തന്നിട്ടാണ് പോകണത് കേട്ടോ. അങ്ങനെ അവരവിടെ പയ്യെ പാട്ടൊക്കെ പാടി നടന്നൊക്കെ പയ്യെ ഉറങ്ങിക്കോളും അച്ചാമ്മയുടെ കൂടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അലക്കിക്കൊണ്ടുവന്ന കുറച്ച് തുണി നമ്മുടെ ദിവാങ്കോട്ടിലുണ്ട്. എപ്പോഴും അങ്ങനെയല്ല, എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും. കസേര, സോഫ, ദിവാങ്കോട്ട്, അതുപോലെ തന്നെ
കട്ടിൽ ഇവിടേക്ക് ആയിരിക്കുമല്ലോ ഉണങ്ങിയ തുണി കൊണ്ടുവന്ന് ഇടുക. അപ്പോൾ അതൊക്കെ മടക്കി കഴിഞ്ഞ് ഇനി ഞാൻ നേരെ എൻ്റെ ജോലിയിലേക്ക് കയറാണ്. ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതായത് ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ ആണ്. സോ ഇന്നൊരു എഡിറ്റിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ എഡിറ്റിംഗിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കമന്റ് സെക്ഷനിൽ പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.